മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പിലായവരെയും പരിചരിക്കുന്നവരുടെ ബന്ധുക്കൾക്കുള്ള ആശ്വാസകിരണം പദ്ധതിയിൽ 1.5 വർഷത്തെ ധനസഹായം കുടിശ്ശികയായുണ്ട്. ഈ ഓണത്തിനും കുറച്ചു മാസത്തെ തുക ഒന്നിച്ചു ഗുണഭോക്താക്കളിൽ ചിലർക്ക് നൽകി. ഓഗസ്റ്റിന് ശേഷം ആർക്കും ധനസഹായം നൽകിയിട്ടില്ല. മീഡിയ വൺ അന്വേഷണ പരമ്പര ആശ്വാസം നിലയ്ക്കുമോ? സെറിബ്രൽ പാൾസിയും മാനസിക വെല്ലുവിളിയും നേരിടുന്ന മകനാണ്. അവന് മരുന്നിന് തന്നെ വലിയ തുക വേണം. ചെറിയ ഒരു ജോലിയുണ്ട്. എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകാനാണ്? 19 വയസ്സുകാരനായ ഭിന്നശേഷിക്കാരന്റെ അമ്മയുടെ ചോദ്യമാണ്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ പരിചരിക്കുന്ന ബന്ധുക്കൾക്ക് 600 രൂപയാണ് ആശ്വാസകിരണം പദ്ധതിയിലൂടെ ഒരു മാസം ലഭിക്കുക. ഇപ്പോൾ അതുമില്ലാതായതോടെ കൂടുതൽ കഷ്ടത്തിലായിരിക്കുകയാണ് ഇവരെല്ലാം. ആശ്വാസകിരണം 2 വർഷത്തെ കിട്ടാണ്ട്, ഒരു വർഷത്താണ് 7,500 കിട്ടിയത്. ഇവരെ ഈ കുട്ടികളൊപ്പം അമ്മമാരാണ് കൂടുതൽ നോക്കുന്നത്. അച്ഛന്മാരെക്കാളും കൂടുതൽ അമ്മമാരാണ് നോക്കുന്നത്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ മക്കളെ നോക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണുള്ളത്. അവന് വെച്ചാൽ ഇപ്പോൾ ആയുർവേദമാണ് കാണിക്കുന്നത് കോട്ടയ്ക്കൽ. അപ്പോൾ അതിന് തന്നെ നല്ലൊരു പൈസയാണ്. പിന്നെ കൂടുതൽ ഞാൻ ചെറിയൊരു പണിക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് അങ്ങനെ പോകുന്നത്. ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് 13 മാസത്തെ തുക ഒന്നിച്ചു നൽകി. 2021 മുതലുള്ള കുടിശ്ശികയാണ് ഇങ്ങനെ നൽകിയത്. അപ്പോഴും മാസങ്ങളായി ലഭിക്കേണ്ട തുക കുടിശ്ശികയായി തന്നെ കിടന്നു. 2023 അവസാനമാകുമ്പോഴേക്കും ഇവർക്ക് ലഭിക്കാനുള്ളത് 1.5 വർഷത്തിലധികമുള്ള ധനസഹായമാണ്. ഒരാൾക്ക് മാത്രം 11,000 രൂപയോളം ലഭിക്കാനുണ്ട്. വർഷത്തിലൊരിക്കൽ തുക ലഭിക്കുന്നത് കൊണ്ട് എന്തുപകാരമാണുള്ളതെന്ന് ഇവർ ചോദിക്കുന്നു. ഭിന്നശേഷിക്കാരെന്ന് വെച്ചാൽ അത്രയും പ്രയാസം അനുഭവിക്കുന്നതാണ്. അവരെ വീട്ടുകാരായാലും അവരെവിടെയും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരെ വീട്ടിലിരുത്തിയിട്ട് നമുക്കൊരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ആശ്വാസമാണിത്. ആശ്വാസകിരണം, വികലാംഗ പെൻഷനും അത് കറക്റ്റായിട്ട് നമ്മളെ കൈകളിൽ ബാങ്കിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ, കൈകളിലേക്കാണെങ്കിൽ അങ്ങനെ. മരുന്നൊക്കെ എല്ലാ മാസവും വാങ്ങിക്കേണ്ടില്ലേ? അപ്പോൾ 600 രൂപയാണെങ്കിലും അത് എല്ലാ മാസം നമ്മളെ കൈകളിലെത്തുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഓണത്തിന് ഒന്നിച്ചു നൽകിയ ആശ്വാസകിരണം ധനസഹായം ലഭിക്കാത്തവരും ഏറെയാണ്. എന്താണ് കാരണമെന്ന് പല കുറി അധികൃതരോട് ചോദിച്ചിട്ടും വ്യക്തമായ ഒരു മറുപടി ആർക്കും ലഭിച്ചിട്ടില്ല. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ വൺ, കോഴിക്കോട്.